നമുക്ക് ജോഗ്രഫിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലെ ആദ്യത്തെ ചാപ്റ്റർ കോൺസ്റ്റുവൻ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് നോക്കാം. അതായത് അറ്റ്മോസ്ഫിയർ എന്താണ്? അറ്റ്മോസ്ഫിയർ ഇസ് ആക്ച്വലി എ തിക്ക് എൻവലപ്പ് ഓഫ് ഗ്യാസസ്. നമ്മുടെ ഭൂമിയെ ചുറ്റിയിട്ടുള്ള ഏറ്റവും ഒരു വളരെ തിക്കായിട്ടുള്ള ഒരു എൻവലപ്പ് ഓഫ് ഗ്യാസസിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ലൈഫ് ഉള്ളത്. ദിസ് ഈസ് ആക്ച്വലി ആക്ടിങ് ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ. കാരണം ഒരുപാടധികം ഹാംഫുൾ ആയിട്ടുള്ള സോളാർ റേഡിയേഷൻസ് നമ്മുടെ എർത്തിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു തിക്ക് ഷീൽഡ് ഓഫ് എയർ ആണ് ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട്? ഗ്യാസസ് ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, ആൻഡ് ഓൾസോ വേരിയസ് അതർ ടൈപ്സ് ഓഫ് പെർട്ടിക്കുലർ മാറ്റേഴ്സ്. ഗ്യാസസിനെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ടൈപ്പ് ഓഫ് ഗ്യാസസ് ഉണ്ട്. ആൻഡ് വാട്ട് ഇസ് എ തിങ് ഇത് പ്രപ്പോർഷൻസ് ഓൾമോസ്റ്റ് എപ്പോഴും റിലേറ്റീവ്ലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു 80 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ് വരെ ഈ പറയുന്ന റിലേറ്റിവിറ്റി ഓഫ് പ്രപ്പോർഷൻ വുഡ് ബി ഈക്വൽ, സെയിം. ഓക്കെ, ആദ്യത്തെ നൈട്രജനാണ്. നൈട്രജൻ 78% ഭൂമിയിലുണ്ട്. ഇത് ഓക്സിജനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ഓക്സിജനെ മാറ്റുന്ന ഒരു ഹെൽപ്പും കൂടി നൈട്രജൻ ചെയ്യുന്നുണ്ട്. നൈട്രജൻ ഇസ് ആക്ച്വലി കെമിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു എന്താ പറയുക എയർ ആയതുകൊണ്ട്, ഒരു ഗ്യാസ് ആയതുകൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് ഇസ് ആക്ടിങ് ആസ് എ ബാക്ക്ഗ്രൗണ്ട് ഗ്യാസ്. ഓക്കെ, പിന്നെ ഓക്സിജൻ 21% ആണുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസാണ്. നമുക്കറിയാം, നമ്മളെ റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ കമ്പഷൻ, തീ കത്താനായിട്ട് എനർജി പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ ആർഗൻ എന്ന് പറയുന്നത് 0.9% ആണ്. ആൻഡ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് അതർ സബ്സ്റ്റൻസസ്. പക്ഷേ ഓവറോൾ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക്, അറ്റ്മോസ്ഫിയർ കോമ്പോസിഷൻ സ്റ്റെബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന ആർഗൻ എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കുറിച്ച് പറയുകയാണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് വളരെ റിലേറ്റീവ്ലി കുഞ്ഞ് എമൗണ്ടിലേ ഉള്ളൂ എങ്കിലും അത് വളരെയധികം ഡിസ്പ്രപ്പോർഷണലി വലിയൊരു റോളാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലേ ചെയ്യുന്നത്. ബിക്കോസ് ഈ പറയുന്ന പ്ലാന്റിൻ്റെ ഫോട്ടോസിന്തസിസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും ഗ്രീൻ ഹൗസ് ഗ്യാസിനെ ട്രാപ്പ് ചെയ്യുന്നതും അതിൻ്റെ അറ്റ്മോസ്ഫിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്, റൈറ്റ്? അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്, അത് കഴിഞ്ഞാൽ ഓക്സിജൻ. പിന്നെ ട്രേസ് ഗ്യാസസ് ഉണ്ട്. ട്രേസ് ഗ്യാസസ് എന്ന് പറയുന്നത് വേറെ കുഞ്ഞു ക്വാണ്ടിറ്റീസിൽ ഉള്ള മറ്റുള്ള ഗ്യാസസ് ആണ്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് മീഥെയിൻ എന്ന് പറയുന്നത്. മീഥെയിൻ ഒരു ഗ്ലോബൽ വാർമിങ്ങിന് കോസ് ചെയ്യുന്ന 30% ഗ്ലോബൽ വാർമിങ്ങിന് കോസ് ചെയ്യുന്ന ഒരു ഗ്യാസാണ് മീഥെയിൻ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ, ഫ്ലഡഡ് ആയിട്ടുള്ള റൈസ് ഫീൽഡ്സ്, അതുപോലെ തന്നെ ഡൈജഷൻ, ഗ്യാസ് എമിഷൻസ്, ഇപ്പം കൗവിൽ നിന്ന് അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സ്, ഫോസിൽ ഫ്യൂവലിൽ നിന്ന്, ബയോമാസ് ബേണിംഗ്, ഏർബൻ ലാൻഡ്ഫിൽ, ഇതിൽ നിന്നൊക്കെ വരുന്ന എമിഷൻസ് ആണ് മെയിനായിട്ട് മീഥെയിൻ്റെ ഒരു കോസ് ആയിട്ട് പറയുന്നത്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ്. ഇനി ഓസോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓസോൺ രണ്ട് രീതിയിലുണ്ട്. ഓസോൺ അല്ലേ, ഓസോൺ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ ലെയറിലാണ്. നമ്മൾ ലെയേഴ്സിനെ പറ്റിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കും. അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയർ ലെയറിലാണ് ഈ പറയുന്ന ഓസോൺ ഉള്ളത്. ദിസ് ഈസ് ആക്ച്വലി ആക്ടിങ് ആസ് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. ഹാർംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേറ്റ്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഷീൽഡായിട്ടാണ് വരുന്ന ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ പൊല്യൂട്ടൻറ്റും ആണ്, അതേസമയം നല്ലതുമാണ്. അപ്പം ഗുഡ് ഓസോണുണ്ട്, ബാഡ് ഓസോണുണ്ട്. ഗുഡ് ഓസോൺ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷനിൽ നിന്ന് നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ബാഡ് ഓസോൺ എന്ന് പറയുമ്പോൾ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാക്കുന്നു. ഈ സ്മോഗ് എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർംഫുൾ. നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനായിക്കോട്ടെ, വെജിറ്റേഷൻ, എയർ ക്വാളിറ്റി എല്ലാത്തിനും വളരെയധികം ഹാർംഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ഈ പറയുന്ന ഓസോൺ, ബാഡ് ആയിട്ടുള്ള ഓസോണിൽ നിന്ന് വരുന്നത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്താ? ദിസ് ഇസ് ആക്ച്വലി എ പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഗ്ലോബൽ ടെമ്പറേച്ചർ നല്ല രീതിക്ക് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കാരണമാവാറുണ്ട്. ആൻഡ് മറ്റുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഈ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. അതാണ് ചെയ്യുന്നത് മെയിനായിട്ട്. ഈ പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന റീസണ്. ബട്ട് ഇറ്റ് വിൽ ബി അബ്സോർബിങ് ദീസ് തിങ്സ് ആൻഡ് ഇറ്റ് വിൽ ബി ഒരു ചൂട് കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഉണ്ട്. ഓക്സൈഡ് ഓഫ് സൾഫർ എന്ന് പറയുന്നത് കോൾ ഫയർഡ് ആയിട്ടുള്ള പവർ പ്ലാന്റ്സിൽ നിന്നും, ഫോസിൽ ഫ്യൂൽ കമ്പഷനിൽ നിന്നും, വോൾക്കാനിക് ഇറപ്ഷൻ, സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചറിങ്, സ്മെൽറ്റിംഗ് ഓഫ് അയണോസ്, ഇതൊക്കെയാണ് മേജർ സോഴ്സസ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് ആസിഡ് റെയിൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എക്കോസിസ്റ്റം മൊത്തത്തിൽ ഡാമേജ് ചെയ്യാനൊക്കെ ഇത് കാരണമാവാറുണ്ട്. ഒന്നും പോരാണ്ട് ക്വാളിറ്റി ഓഫ് ഹെൽത്തും ക്വാളിറ്റി ഓഫ് എയറും നല്ല രീതിക്ക് ഈ പറയുന്ന സൾഫർ എയറോസോൾസ്, ഇതൊക്കെ കറണ്ട് അഫയേഴ്സിലുള്ള പാർട്ടാണ്. നമ്മുടെ ഡൽഹി പൊല്യൂഷൻ്റെ ബേസിസിൽ വരുന്ന സമയത്ത് സൾഫേറ്റ് എയറോസോൾസിൻ്റെ ഒക്കെ മെൻഷനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് മെയിനായിട്ട് വെഹിക്കുലർ എക്സോസ്റ്റിൽ നിന്നും, ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഫെർട്ടിലൈസേഷൻ, ലൈറ്റിംഗ് ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഉണ്ടാക്കാൻ വേണ്ടി. ആസിഡ് റെയിൻ ആണ് മെയിൻ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോട്ടോ കെമിക്കൽ ആയിട്ടുള്ള സ്മോഗും അത് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഇനി വെൻ യു ടോക്കിംഗ് അബൌട്ട് വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പറും ഹൈലി ആയിട്ടുള്ള വേരിയബിൾ കോമ്പോണൻ്റ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. അതിൻ്റെ
കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ ബേസിസിലായിരിക്കും. അപ്പം ട്രോപ്പിക്കൽ ഏരിയാസിലാവുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വാട്ടർ വേപ്പർ കണ്ടന്റ് ഉണ്ടാവും, കാരണം അവിടെ മോർ എവോപ്പറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓവർ 90% ഓഫ് ദ ടോട്ടൽ അറ്റ്മോസ്ഫിയർ വേപ്പർ എന്ന് പറയുന്നത് ആദ്യത്തെ 5 കിലോമീറ്റർ ഓഫ് ദ അറ്റ്മോസ്ഫിയറിലാണ് ഉള്ളത്. ബിക്കോസ് അതിന് മേലേക്ക് നല്ല ചൂടായിരിക്കുമല്ലോ, അതാണ് അതിൻ്റെ മെയിൻ. പിന്നെ വാട്ടർ വേപ്പർ കാരണം ഇവിടെ നിന്ന് എവോപ്പറേഷൻ ഉള്ള ആ ഒരു ഏരിയയിലായിരിക്കും ഈ പറയുന്ന വാട്ടർ വേപ്പർ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഇറ്റ് ഈസ് എ വെരി പവർഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഓൾസോ. കാരണം ഇത് ഇൻകമിങ് ആയിട്ടുള്ള ഷോർട്ട് വേവ് സോളാർ റേഡിയേഷനെ അതിലൂടെ പാസ് ചെയ്യാനായിട്ട് അലോ ചെയ്യുകയും അതുപോലെ തന്നെ ട്രാപ്പ് ചെയ്യും. ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ലോങ് വേവ് ടെറസ്ട്രിയൽ റേഡിയേഷനെ ട്രാപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് നല്ല രീതിക്ക് ഇൻറ്റൻസിഫൈ ചെയ്യും. ഇനി പെർട്ടിക്കുലർ മാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ, സസ്പെൻഡഡ് ആയിട്ടുള്ള പെർട്ടിക്കുലർ മാറ്റർ ഉണ്ട്. വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് മാറ്റേഴ്സിനെയാണ് പറയുന്നത്. ഈ പറയുന്ന പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ആളാണ്. ആൻഡ് പക്ഷേ ദിസ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് ഇൻ സ്കാറ്ററിങ് ഓഫ് ദ സോളാർ റേഡിയേഷൻ. അതുകൊണ്ട് തന്നെയാണ് ആകാശത്തിന് നല്ല റെഡ് ആൻഡ് ഓറഞ്ച് സൺസെറ്റും സൺറൈസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആകാശത്തിന് ആ ഒരു കളർ ചെമ്മാനം പൂക്കില്ലേ, അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഈ പറയുന്ന സൈസസിൻ്റെ ബേസിസിൽ നമുക്ക് PM10 അതുപോലെ തന്നെ PM2.5 എന്ന് പറയുന്ന 2 രീതിയിലുള്ള പാർട്ടിക്കിൾസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ PM10 എന്ന് പറയുന്നത് കുറച്ച് ഹോൾസ് ആയിട്ടുള്ള, നമുക്ക് ശ്വസിക്കും 10 മൈക്രോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു ആവറേജ് ആയിട്ടുള്ള ഹ്യൂമൻ ഹെയറിൻ്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് 70 മൈക്രോ. അപ്പോൾ അതിലും എത്രയോ ചെറുതാണ് ഈ സാധനം. പക്ഷേ 2.5 എന്ന് പറഞ്ഞാൽ അതിലും ഫൈനാണ്. ഓക്കെ, 2.5 മൈക്രോമീറ്റേഴ്സേ ഉള്ളൂ, അത്രയും സ്മോളാണ്. സോ എന്താ പറയുക, പെർട്ടിക്കുലർ മാറ്ററാണ്. സോ അതും ഇതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തൊക്കെയൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്? കോമ്പോസിഷനാണ് നോക്കിയത്. അതിൽ കോമ്പോസിഷൻ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അത് കഴിഞ്ഞ് ഓക്സിജനാണ് വരുന്നത്. ആൻഡ് ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ആർഗൺ ഉണ്ട്, വേറെ മറ്റ് ഒരുപാട് ട്രേസ് ഗ്യാസസ് ഉണ്ട്. ട്രേസ് ഗ്യാസസിൽ വന്നപ്പോൾ നമ്മൾ നോക്കിയ ഒരുപാട് ഐറ്റംസ് അല്ലേ, സൾഫൈഡ് ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സോൺ ഉണ്ട്, അതുപോലെ തന്നെ മീഥെയിൻ. ഇതിന് എല്ലാം പുറമെ പെർട്ടിക്കുലർ മാറ്ററും അതുപോലെ തന്നെ വാട്ടർ വേപ്പറും ഉണ്ട്. പെർട്ടിക്കുലർ മാറ്ററിൽ തന്നെ 2 ദിസ് ഇസ് ആക്ച്വലി ഒരു കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. PM10 PM2.5 ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഡൽഹി പൊല്യൂഷൻ്റെ കാര്യം വന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ഡെയിലി ന്യൂസ് പേപ്പറിൽ കവർ ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്.